ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ ഉള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് ഇല്ലാത്ത ഒന്നുണ്ടെന്താണ്? സമയം എന്ന് പറയുന്ന ഒരു ഘടകമാണ് അവർക്കില്ലാത്തത്. കാരണം എന്താണ്? രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ പോരാതെ വരുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ യാതനകൾ, ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ സംരക്ഷണത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ധാരാളം ആൾക്കാർ കാണും. അവർക്കാർക്കും തന്നെ ആ ഒരു കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ യാതനകളോ ഒന്നും തന്നെ അവരനുഭവിക്കുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കാം? കുടുംബം നോക്കാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുടുംബസ്നേഹികളായിട്ട് കഷ്ടപ്പെടുന്ന കുറച്ചേറെ ആൾക്കാരുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. എന്നിരുന്നാലും അവർക്ക് ആകെയുള്ളൊരു ആഗ്രഹം എന്തായിരിക്കും? ഒരു വരുമാനം, സ്ഥിര വരുമാനം വേണമെന്ന് പറയുന്നൊരു ആഗ്രഹം കാണും. അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോകുന്നവരുടെയും, അതായത് പെയിൻറ്റിങ് വർക്കിനാണെങ്കിലായിക്കൊള്ളട്ടെ, നിർമ്മാണ തൊഴിലാളിയായി പോയിക്കൊണ്ടിരിക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ വെയിലും കൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രക്രിയയ്ക്ക് വേണ്ടി പോകുന്നവരായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ തയ്യൽ തൊഴിലാളികളോ അല്ലെങ്കിൽ കയറ് വീഴ്ത്തമോ മത്സ്യത്തൊഴിലോ അങ്ങനെ എന്ത് തൊഴിൽ ചെയ്യുന്നവരുമായിക്കൊള്ളട്ടെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ആഗ്രഹമുണ്ട്. എന്തായിരിക്കും ആഗ്രഹം? ഇന്ന് എനിക്കുള്ള പണി നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റില്ല? സ്ഥിരമായിട്ടൊരു വരുമാനം വേണം, കുടുംബത്തിൻ്റെ ഒരു സംരക്ഷണം വേണം. ഇന്ന് ഞാൻ ആരോഗ്യത്തോടു കൂടിയുണ്ട്, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ നാളെ ഒരു കാലത്ത് ഞാൻ ഇല്ല എന്നുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകരുതെന്ന ചിന്താഗതിയോട് കൂടിയിട്ട് സ്ഥിര വരുമാനം, കുടുംബത്തിൻ്റെ സംരക്ഷണവും കാക്ഷിച്ചുകൊണ്ട് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിങ്ങനെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു ദിവസത്തിനാകെയുള്ളത് 24 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ 6-7 മണിക്കൂറുകൾ എന്തായിരിക്കാം? ഉറക്കവും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് നഷ്ടപ്പെടും. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഏകദേശം ഒരു 10 മണിക്കൂറോളം നഷ്ടപ്പെടും. കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കുന്നതിനും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് 3-4 മണിക്കൂറുകളെല്ലാം തന്നെ നഷ്ടപ്പെടാറുണ്ട്. പിന്നെ അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്തായിരിക്കാം? യാത്രയും മറ്റിതര കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഒരു പരമാവധി ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ. ഈ 3-4 മണിക്കൂറുകൾ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? പ്രത്യേകിച്ച് മത്സര പരീക്ഷ, PSC പരിശീലന രംഗം പോലൊരു മത്സര പരീക്ഷയ്ക്ക്, അതായത് പഠിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് തൊഴിൽ എന്ന് പറയുന്നത് എടുക്കേണ്ട ആവശ്യമില്ലാത്ത കുടുംബത്തിൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർ 24 മണിക്കൂറിൽ പകുതി മണിക്കൂറും 12-13 മണിക്കൂർ പഠനത്തിന് വേണ്ടി നീക്കിവയ്ക്കുന്ന ആളുകളുണ്ട്. അതേപോലെ കുട്ടികളെയും ഹസ്ബൻഡിനെയും അതുപോലെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വരുന്ന വളരെ പ്ലാൻ ചെയ്ത് പഠിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും കാണും ഒരു 5-6 മണിക്കൂറുകളൊക്കെ. അതിനിടയിൽ കുടുംബത്തിൻ്റെ ടെൻഷൻ, നാട്ടിലെ ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ, സ്വന്തമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതെല്ലാം പേറുകയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരികയും ചെയ്തിട്ട് ആകെ 2-3 മണിക്കൂറുകൾ മാത്രം പഠനത്തിനായിട്ട് കിട്ടുന്ന ഈ പാവപ്പെട്ടവരുടെ ഉള്ളിലുള്ള ആശങ്ക എന്തായിരിക്കും? ഞാൻ പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആരെയാണ് ഫോളോ ചെയ്യേണ്ടുന്നത്? ഇനി ജോലി രാജിവെച്ച് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ? അങ്ങനെ ധാരാളം ആശങ്കകളുണ്ട്. പക്ഷേ അങ്ങനൊരു ലീവ് എടുത്ത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആര് നോക്കും? അതിനെന്താണൊരു മാർഗം? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ജോലിക്ക് പോവുക, കിട്ടുന്ന സമയം പഠിക്കുക. അങ്ങനെ വിനിയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ചിരിച്ച മുഖത്തോടുകൂടി കളിച്ച് ചിരിച്ചുല്ലസിച്ച് പോകുന്ന കുറേയേറെ ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്? ഈ ഒരു ആഗ്രഹമാണുള്ളത്. നമ്മളടുത്ത് അറിയുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 2-3 മണിക്കൂറുകൾ മാത്രം പഠനത്തിനായിട്ട് നീക്കിവയ്ക്കുന്ന ആളുകളാണ് പലപ്പോഴും വെട്ടിലായി പോകുന്നത്. വെട്ടിലായി പോവുക എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ വരുന്നത് മൂലം ആ കിട്ടുന്ന 2-3 മണിക്കൂറുകൾ, ആ 2-3 മണിക്കൂറുകൾക്ക് എന്താണ്? 10 മണിക്കൂറിനേക്കാൾ വിലയുള്ളതാണ് 2-3 മണിക്കൂറുകൾ. ആ 2-3 മണിക്കൂറുകൾ അവർക്ക് എന്ത് സംഭവിക്കുകയാണ്? കൃത്യമായൊരു മോണിറ്ററിംഗ് ഇല്ലാതെ, കൃത്യമായൊരു മെൻറ്റർഷിപ്പ് ഇല്ലാതെ ആ 2-3 മണിക്കൂറുകൾ എന്തിനു വേണ്ടി ഏത് രീതിയിൽ ചെലവഴിക്കണമെന്നറിയാൻ പാടില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതെങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കിട്ടുന്ന സമയം ഏതെങ്കിലും ക്ലാസ്സുകൾ എടുത്തു വെച്ച് കാണുക എന്നതാണ് രീതി. ആ കാണുന്ന ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അതുമാത്രം പഠിച്ചാൽ മതി എന്ന ചിന്തയോടുകൂടി അതിനെ മാത്രം ഫോളോ ചെയ്യും. പക്ഷേ പരീക്ഷയുടെ രീതിയും
അതേപോലെ തന്നെ പരീക്ഷയിലുണ്ടായ മാറ്റവും എല്ലാം കാരണം അങ്ങനെ പഠിക്കുന്നത് പലപ്പോഴും പ്രയോജനം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർത്തും നമുക്കൊരിക്കലും പറയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുടെ ചിന്താഗതി എന്താണ്? മറ്റുള്ളവരെല്ലാം ആഴത്തിൽ പഠിക്കുന്നു, എനിക്ക് ആഴത്തിൽ പഠിക്കുവാനായിട്ട് സമയമുണ്ടോ? ആഴത്തിൽ പഠിച്ച് നോട്ട് തയ്യാറാക്കുവാനായിട്ട് എനിക്ക് സമയമുണ്ടോ? എനിക്കില്ലാത്തത് സമയമല്ലേ? അതുകൊണ്ടെന്താണ്, ഏറ്റവും ചെറിയ രീതിയിൽ, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു ടോപ്പിക്ക് ആരെങ്കിലും നൽകുകയാണെങ്കിൽ അത് മതിയെന്ന ചിന്താഗതിയിലിരിക്കും. പക്ഷേ അത് സത്യത്തിൽ എന്താ സംഭവിക്കുക? നമുക്കതുകൊണ്ട് നഷ്ടമാണ് സംഭവിക്കുക. നമ്മളവിടെ സമയം ചിലവഴിച്ചു പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റിയോ? പഠിക്കാൻ പറ്റി. പക്ഷേ ആ പഠിക്കാൻ പറ്റിയ കാര്യം പരീക്ഷയ്ക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങൾ പഠിക്കുന്നത് വെറും ബേസിക് ഫാക്റ്റ് മാത്രമാണ് പഠിക്കുന്നത്. ആ ബേസിക് ഫാക്റ്റിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലും പഴുതടച്ചുള്ള പ്രതിരോധം നമുക്ക് തീർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പഴുതടച്ചുള്ള പ്രതിരോധം നടത്തണമെന്നുണ്ടെങ്കിൽ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിയുവാൻ സാധിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പലതരത്തിലുള്ള മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ജനറൽ സബ്ജക്റ്റിൽ നിന്ന്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് മുതലായ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആ വിഷയത്തിനകത്ത് ഇറങ്ങി ആഴത്തിൽ പഠനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചോദ്യം കണ്ട് കൃത്യമായിട്ട് ഉത്തരവെഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് പഠിച്ചിട്ട് അത് തന്നെ തത്തമ്മ പൂച്ച എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. കാലവും കഥയും എല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എത്ര സമയം ചെലവഴിച്ചു എന്നതിലല്ല, ആ ചെലവഴിച്ച സമയത്ത് നമ്മൾ എന്ത് പഠിച്ചു എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാണുന്ന കാര്യം എന്താണോ അത് തിരികെ ഉള്ളെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? എല്ലാവർക്കും മാർക്ക് നഷ്ടപ്പെടുന്നൊരു മേഖല എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിന്ന് മാർക്കുകൾ ധാരാളമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യാറുണ്ട്? ആ വിഷയം പഠിക്കാറില്ല, അത് ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ 5 മുതൽ 6 മാർക്ക് വരെ ഷുവറായിട്ട് കിട്ടുന്നൊരു മേഖലയാണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പഠിക്കാനാണെങ്കിലോ വളരെ കുറച്ചേ ഉള്ളൂ. ആ വളരെ കുറച്ച് മാത്രമുള്ള പാഠഭാഗങ്ങൾ ഒരല്പം സമയമെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് മുതൽ KAS വരെയുള്ള പരീക്ഷകൾക്ക് ആ ഒരൊറ്റ പഠനം മാത്രം മതിയാകും. പക്ഷെ പഠിക്കാനായിട്ട് പലരും തയ്യാറല്ല. കാര്യം എന്താണ്? എക്കണോമിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടുന്നത് എന്ന് അവർക്കറിയില്ല. അവർ നോക്കുമ്പോൾ എന്താണ്, കുറേ ഫാക്റ്റുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണും. ആ ഫാക്റ്റുകൾ കാണാതെ പഠിക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ എന്താണ്, വേറെ പഠിക്കുന്നതും ഇതും തമ്മിൽ കൂടിക്കുഴഞ്ഞ് മൊത്തത്തിൽ കുളമായി പോകും. അതൊഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു കഥ പോലെ പഠിക്കണം. എക്കണോമിക്സ് കഥ പോലെ പഠിക്കാൻ പറ്റുമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അതായത് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം പഠിച്ചു മാറാൻ പറ്റും. അതിന് ആ വിഷയത്തോടൊരു താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ താല്പര്യം ഉണ്ടാക്കി എടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ എക്കണോമിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുക്കുക. ഭാസിസ് അക്കാഡമിയുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകൾ അതിലും രസകരമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാൻ നോക്കുന്ന സമയമില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.